ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം 63-ാം മൈലിൽ കാട്ടുപോത്ത് സ്ത്രീയെ ആക്രമിച്ചു. അതിൽ പ്രതിഷേധം നടക്കുന്നു. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. അക്രമകാരിയായ കാട്ടുപോത്ത് ഇപ്പോഴും കൃഷിയിടത്തിൽ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരും. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. അവിടെ പ്രതിഷേധം നടക്കുകയാണോ ഇപ്പോൾ? എസ് കെ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്, പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. കാരണം കാട്ടുപോത്തിന്റെ ആക്രമണം ഇവിടെ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, കുറെ നാളുകളായി. വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് നാട്ടുകാർ പലതവണയായി ആവർത്തിച്ചിട്ടുള്ളത്. ആ വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ല, അല്ലെങ്കിൽ കേട്ട ഭാവം നടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ വെച്ചാണ് സ്റ്റെല്ല എന്ന 65 വയസ്സുകാരിക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. അവരിപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടുന്നതിന് വേണ്ടി ഉള്ള സമരം കൂടിയാണ് ഇതെന്ന് കർഷക കൂട്ടായ്മയുടെ ആളുകൾ പറയുന്നുണ്ട്. ആന്റണി ആലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് ഈ നിരാഹാര സമരം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ചേട്ടാ, കാട്ടുപോത്തിന്റെ ആക്രമണം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ വർഷങ്ങളായിട്ട് കാട്ടുപോത്തിന്റെ ആക്രമണം വളരെ രൂക്ഷമാണ്. ഇത് ഇപ്പോൾ ഒരു പേ പിടിച്ച പോലെ ഒരു കാട്ടുപോത്തുണ്ടോ അതിനകത്ത്. അത് ജനങ്ങളെ കണ്ടമാനം ഉപദ്രവിക്കുകയാണ്. ഫോറസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ അതിനെ ഓടിക്കാൻ ചെല്ലുമ്പോഴും അവരെ തന്നെ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സ്റ്റെല്ല ചേച്ചിക്ക് അപകടം ഉണ്ടായത്. ഇന്നലെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ വന്ന് ഏലക്കായ എടുക്കുന്നിടത്ത് വന്നേ. ഇപ്പം ജോലിക്കാർ ഇവിടെ വരുന്നില്ല. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? വനംവകുപ്പിന്റെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വനംവകുപ്പ് പറയുമ്പോൾ ഒരു കൂട്ടരെ വിളിച്ചു കഴിയുമ്പോൾ അവർ പറയും ഇത് കുമിളിയുടെയാണ്, കുമിളി സെക്ഷനാണ്. കുമിളിക്കാർ പറയും തേക്കടിയുടെയാണ്. പക്ഷെ ഇത് കുമിളി സെക്ഷന്റെയാണ്. സമരം നീണ്ടുപോകും. സമരം ഞങ്ങളുടെ ഒരു ആവശ്യം ഒന്നെങ്കിൽ ഇതിനെ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോവുക മൈക്കൊടി വെച്ച്, അല്ലാതെ ഇതിനെ വെടിവെച്ച് കൊല്ലുക. അല്ലാതെ ഞങ്ങൾ ഈ സമരം നിർത്തുകയില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ തൊഴിലാളികൾ പണിയാൻ വരികയില്ല. ഇതാണ് എസ് കെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ജോലി എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് ഈ കാട്ടുപോത്തിന്റെ ശല്യം കാരണം ഇവിടെ ഉണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ വനംവകുപ്പാണ് കാണേണ്ടത്. അത് ഉണ്ടാകുന്നതുവരെ ഈ നിരാഹാര സമരം തുടരുമെന്നാണ് ഈ കർഷക കൂട്ടായ്മയുടെ ആളുകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് രാഹുൽ വിജയനാണ്.